ഇപ്പോൾ ഈ കൊലപാതകം നടന്നു എന്ന് പറയുന്ന സംഭവ സ്ഥലത്തെ വീടിന് മുന്നിൽ പെരുമലയിൽ നിന്നും നമ്മോടൊപ്പം ഹാൻസ് ചേരുന്നുണ്ട്. ഹാൻസിനോടൊപ്പം ആ പ്രദേശവാസികളായ ആളുകളുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആളുകളുടെ പ്രതികരണം ഏത് രീതിയിലാണ്, ഈ കുടുംബത്തെക്കുറിച്ച്, കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച്, ഈ കൊലപാതകിയായിട്ടുള്ള അഫാനെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ നാട്ടുകാരിൽ നിന്ന് ലഭ്യമാകുന്നുണ്ടോ ഹാൻസ്? ലാൽ നമ്മളിപ്പോൾ വെഞ്ഞാറമൂട് പേരുമല സംഭവ സ്ഥലത്താണുള്ളത്. ചേട്ടാ, നിങ്ങൾ പ്രദേശവാസികളുണ്ട്? ഇത് എപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്? 6 മണി 6:30-6:30-ക്കകത്താണ് സംഭവം. ബോഡി കാണുന്നത് ഇവൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നതിന് ശേഷം, പോലീസ് ഇതിൽ പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് വന്നാണ് കഥവ് വെട്ടിപ്പൊളിച്ച് തുറന്ന ഒരു ഇത് കാണുന്നത്. കഥക് വെട്ടിപ്പൊളിക്കേണ്ട ഒരു അവസ്ഥ. പുള്ളി പുറത്തിട്ട് പൂട്ടി ജാസ് തുറന്നു വിട്ട് മറ്റേ ഇതൊക്കെ ഇത് ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ടാണ് അവൻ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങി സറണ്ടർ ആയത്. അത് അവിടെ നിന്ന് അതിനുശേഷമാണ് ഫയർ എഞ്ചിനും പിന്നെ പോലീസുമായിട്ടൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങളൊക്കെ അറിയണം ഈ സംഭവം, ഇങ്ങനെയുള്ളൊരു സംഭവം. അതിനിടക്ക് വല്ല ഇങ്ങനെ ഒച്ചപ്പാട് ബഹളം എന്തെങ്കിലും? ഇത് ആ വീടിനകത്ത് കയറിയാൽ പിന്നെ ആരും അറിയില്ല. ഇവിടെ അടുത്ത് നമ്മളെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു, അവരൊന്നും പറഞ്ഞില്ല. അങ്ങനെയുള്ള ഒരു സംഭവം. അടുത്ത് തൊട്ടൊരു പോലീസ്, റിട്ടയർഡ് പോലീസ് ഓഫീസർ പുള്ളിയുണ്ട്. അപ്പോൾ പുള്ളിയൊന്നും സൗണ്ടൊന്നും അവരെ കേട്ടിട്ടില്ല. ഇതിനു മുന്നേ എന്തെങ്കിലും പ്രശ്നമുള്ള ഇവിടെ ആരൊക്കെ താമസം? അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും അവർ കണ്ടില്ല. നമ്മളെ കൂട്ടുകാരൊപ്പം പറഞ്ഞത് അങ്ങനെ ഒരു പെൺകുട്ടി ഇതിനകത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞു, വിളിച്ചോണ്ട് വന്നതാണെന്ന് പറഞ്ഞു. പക്ഷെ ആ പെൺകുട്ടി ഉള്ളതായിട്ട് വേറൊരാൾ പറഞ്ഞത് 2 ദിവസം മുമ്പ് കണ്ടിട്ടുണ്ട് എന്ന് പറയാനായിട്ട് വേറൊരാൾ പറയണം. പക്ഷേ ഈ പരിസരവാസികൾ ആരും കണ്ടതായിട്ട് ഇതുവരെ നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മൾ അടുത്തുള്ള, നമ്മളെപ്പോഴും ഇതിൽ നടന്നു പോകുന്ന അപ്പുറം കടയാണുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ അവിടെയാണ് താമസിക്കുന്നത്, ജംഗ്ഷനിലാണ് താമസിക്കുന്നത്. അപ്പം പറഞ്ഞിട്ടില്ല. ഈ കുട്ടി ഇന്നലെ മെനിങ്ങാന്നൊക്കെ അതിൽ വരണതും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ആരൊക്കെ താമസമുള്ള വീട്ടിൽ? തള്ളയും 2 ആമക്കളും. ഗ്യാസ് തുറന്നു വിട്ടിരുന്നല്ലോ, അപ്പോൾ അതിന്റെ സ്മെൽ എന്തെങ്കിലും നിങ്ങൾ അറിഞ്ഞിരുന്നോ നേരത്തെ? ഞങ്ങളിവിടെ വേണ്ടേ, ഞങ്ങൾക്ക് പോലീസ് വന്നതിന് ശേഷമല്ലേ ഞങ്ങൾ വരുന്നത്. നമ്മളോടൊക്കെ എല്ലാവരോടും അടുത്ത സഹകരണമുള്ള ആൾക്കാരാണ്, നല്ല സഹകരണമുള്ള ആൾക്കാരാണ്. തന്തയും അവൻ്റെ മാമമാരും മറ്റുള്ള ഈ കൊച്ചും അവരൊക്കെ നല്ല ഇതുള്ളതാണ്. കോഴിയൊക്കെ വളർത്തി മുട്ട നമ്മളെ കടകളിലൊക്കെ കൊണ്ടു തരുന്ന പാർട്ടിയാണ്. നാട്ടിലേക്ക് മടങ്ങി കൊണ്ട് പോയിട്ടാണ് വന്നത്. അമ്മയുണ്ടായിരുന്നു കൂടെ? അമ്മയുണ്ടായിരുന്നു, വിസിറ്റിംഗിൽ പോയിട്ട് വന്നതാണ്. ക്യാൻസർ ആണ് പേഷ്യന്റ്. ഒരുപാട് നാളായോ? അതറിയില്ല. പിതാവ് എന്ത് ചെയ്യാണ്? ഗൾഫിൽ, സൗദിയിലേക്ക് കട നടത്തുകയാണ്. പയ്യൻ വിസിറ്റിംഗിന് പോയിട്ട് വീണ്ടും അവനെ അവൻ കടയിൽ കൂടെ എന്നിട്ട് ഇവിടെ വന്നു. അങ്ങനെ വെളിയിലൊന്നും അവന്റെ ഈ ദുസ്വഭാവം നമ്മൾ കാണാറില്ലല്ലോ, എങ്കിലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പുള്ളിക്ക് വേറെ എന്തെങ്കിലും ജോലിയുണ്ടോ? ഇല്ല. പുള്ളി നമ്മൾ കാണുന്ന രീതിയിൽ അവൻ ബുള്ളറ്റുമായിട്ടൊക്കെ ഇതിലേക്കിങ്ങനെ വരും, കാറുമായിട്ടൊക്കെ ഇതിലേക്ക് അവൻ്റെ കൊച്ചു മുകളിൽ താമസമുണ്ട്. അവിടെയൊക്കെ പോയി വരുന്നത് നമ്മൾ കാണാം. തള്ളയായിട്ടൊക്കെ ഇളയ പയ്യെ നടന്നു വരുന്നത് നമ്മൾ കാണാം. ഈ ചുള്ളാളത്തുള്ള ലത്തീഫ് പോലീസ് ഉദ്യോഗസ്ഥരുടെ 5 പേരുടെ അടുത്ത് കൺഫേം ആണ്. ബാക്കി ഒരാൾ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആണ്. എന്തെങ്കിലും പറഞ്ഞോ പ്രതി എന്താണ് കാരണം? ഇല്ല, അത് ചോദ്യം ചെയ്ത് വരുന്നതേ ഉള്ളൂ. നേരിട്ടെത്തി പറയായിരുന്നു താൻ 6 പേരെ കൊന്നു. അതെ. സാർ, ഇപ്പോൾ ഉള്ളിൽ പരിശോധിച്ചിട്ട് എന്തെങ്കിലും തെളിവുകൾ ഇല്ല, അത് സയന്റിഫിക് അസിസ്റ്റന്റ് ഒക്കെ വന്ന് പരിശോധിക്കും. വെട്ടി തന്നെയാണ് കൊന്നിരിക്കുന്നത്? അല്ലേ, ഹാമറാണ്. ഹാമർ ഉപയോഗിച്ചിട്ടോ? അതെ. ഹാമർ അടിച്ച് തലയ്ക്ക് അടിച്ചു ആണ് കൊന്നിരിക്കുന്നത്? അതെ, അത് അവനാണ് സാധ്യത. ആണ്. ലാൽ, വീണ്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതനുസരിച്ച് ഹാമർ ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്താനാണ് സാധ്യത എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഹാമർ ഉപയോഗിച്ച് തലക്കടിച്ചു എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മളുടെ പ്രാദേശിക ലേഖനായിട്ടുള്ള സജാദ് കൂടി ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം നമുക്ക് നൽകും. ഇവിടെ സ്വന്തം വീട്ടിലെത്തിയിട്ട് ക്യാൻസർ രോഗിയായ ഉമ്മയെയും അനിയനെയും ഒരു പെൺകുട്ടിയും ഉണ്ട്. ആ പെൺകുട്ടിയെ വിവരങ്ങൾ നാട്ടുകാർക്ക് അറിയില്ല, ആരാണെന്ന് അറിയില്ല. ഇവരെയും കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അവരും 2 പേരും മരിച്ചു. ഉമ്മ ഗുരുതരാവസ്ഥയിൽ ക്യാൻസർ രോഗിയാണ്. ഇപ്പോൾ ഗോകുലം മെഡിക്കൽ കോളേജ് ചികിത്സയിലാണ്. ഇപ്പോൾ വളരെ ഗുരുതരമായ അവസ്ഥയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും 5 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 6ാമത്തെ ആൾ ഗുരുതരാവസ്ഥയിലാണ്. ഈ പ്രതി തന്നെയാണ്. എന്നിട്ട് വീട്ടിൽ ഗ്യാസ് തുറന്നു വിട്ട് പ്രതി തന്നെയാണ് വെഞ്ഞാറമൂട് സ്റ്റേഷനിൽ പോയിട്ട് താൻ 6 പേരെ കൊലപ്പെടുത്തിയെന്നും പറയുന്നതും പിന്നീട് എലിവേഷൻ കഴിച്ചു എന്ന് പറയുന്നത് പ്രതിയെ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മാറ്റിയിട്ടുണ്ട് പോലീസ്. ഈ ആദ്യം കൊലപാതകം നടത്തിയത് വാപ്പയുടെ ഉമ്മയാണല്ലേ? ആദ്യം ബാപ്പയുടെ ഉമ്മ 88 സൽമാ ബീവിയാണ് തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. അതിനുശേഷമാണ് SN പുരത്ത് പോയിട്ട് 2 പേരെ കൊലപ്പെടുത്തിയത്. പിന്നീടാണ് സ്വന്തം വീട്ടിലെത്തിയിട്ട് ഉമ്മയെയും അനിയനെയും ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി 3 ദിവസമായി നാട്ടിലുണ്ട് എന്ന് പറയുന്നു, വീട്ടിലുണ്ടെന്ന് പറയുന്നു. പക്ഷേ ആരാണെന്നുള്ളത് വ്യക്തമായി നാട്ടുകാർക്ക് അറിയില്ല, പോലീസിനും അറിയില്ല. SN പുരത്തുള്ള 2 അമ്മാവനും അമ്മാവി എന്ന് പറയുന്നുണ്ട്. അത് മറ്റ് ബാപ്പാടെ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തി എന്നും പറയുന്നുണ്ട്. നാട്ടുകാർക്ക് വ്യക്തമായി ഒരു ഇത് കിട്ടിയിട്ടില്ല. ഏതായാലും മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് അവരെ.
അഭിലാഷ്, അതായത് ഈ ഒരു ലാൽ ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത് നമ്മളുടെ പ്രാദേശിക ലേഖകനോടായിട്ടുള്ള സജാദാണ്. ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ക്രൂരമായ രീതിയിൽ പ്ലാൻ ചെയ്തുകൊണ്ട് കൃത്യമായാണ് ഇദ്ദേഹം ഈ പ്രതി അഫാൻ ഇത്തരത്തിലുള്ള ക്രൂരകൃത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. രാവിലെ പിതാവിൻ്റെ അമ്മയെ പോയി കൊലപാതകം ചെയ്യുന്നു. ഇതിനുശേഷം ബന്ധുക്കളായിട്ടുള്ള പിതാവിൻ്റെ സഹോദരനായിട്ടുള്ള ലത്തീഫിനെയും ഷാഹിദയെയും കൊലപ്പെടുത്തുന്നു. അതിനുശേഷം വീട്ടിലേക്കെത്തി ഹാമർ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം അമ്മയെയും പെൺ സുഹൃത്തിനെയും ഇതിനോടൊപ്പം തന്നെ സഹോദരനെയും കൊലപ്പെടുത്തി എന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. ഇപ്പോൾ കൂടുതൽ വ്യക്തത വരേണ്ട ഒരു സാഹചര്യമുണ്ട്. നേരത്തെ പ്രദേശവാസികളടക്കം നമ്മളോട് പ്രതികരിച്ചതുപോലെ തന്നെ വൈകിട്ട് 6:15 ഈ വിവരം നാട്ടുകാരടക്കമുള്ള ആളുകൾ അറിയുന്നത്. നമുക്ക് ഈ പ്രദേശം കണ്ടാൽ തന്നെ മനസ്സിലാകും, തൊട്ടടുത്തുകളെല്ലാം വീടുകളുണ്ട്. പക്ഷേ ഈ വീട്ടിലൊന്നും ആളുകൾക്ക് അറിയാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ പ്രതി ഇത്തരത്തിലൊരു ക്രൂരകൃത്യത്തിൽ ഏർപ്പെടുന്നു. അമ്മ ക്യാൻസർ ബാധിതയായിട്ടുള്ള അമ്മയെയും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സഹോദരനെയുമാണ് ഇത്തരത്തിൽ പ്രതി കൊലപാതകം ചെയ്തിരിക്കുന്നത്. വീട്ടിലുണ്ടായിരുന്ന അമ്മയും സഹോദരനെയും കൊലപാതകം ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ പെൺ സുഹൃത്തായിട്ടുള്ള ഫർഷാനെയും ഇദ്ദേഹം പ്രതി കൊല ചെയ്യുകയാണ് ഉണ്ടായത്. ഈ പ്രദേശവാസികളടക്കം പറയുന്നത് പോലെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ പെൺ സുഹൃത്ത് ഇവിടെ പോയി വരാറുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ സ്വാഭാവികമായിട്ടുള്ള ഒരു വിസിറ്റ് എന്ന് തന്നെയാണ് ഇന്നും എത്തിയപ്പോഴും ആളുകൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ പയ്യൻ, ഈ യുവാവ് ഇത്തരത്തിലുള്ളൊരു ക്രൂരകൃത്യത്തിൽ ഏർപ്പെടുമെന്നുള്ള യാതൊരു വിധത്തിലുള്ള ഒരു നിഗമനത്തിലും പോലീസുകാർക്കോ അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള ഒരു സൂചനയോ ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല.